ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സ്മൂത്തി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ് പായ എടുത്തിട്ടുണ്ട്. സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ പലരും ഓട്സ് ആഡ് ചെയ്യാറുണ്ട്, നട്ട്സ് ആഡ് ചെയ്യാറുണ്ട്, ഈത്തപ്പഴമൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് സ്മൂത്തി എന്ന് പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് സ്മൂത്തിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റോബസ്റ്റ് പഴം നന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ടോ റോബസ്റ്റ് പഴം, നല്ല ടേസ്റ്റല്ലേ. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ കുരുക്കളഞ്ഞ് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അത് അപ്പണ്ട് വെച്ചിട്ടുള്ളൂ, അതിന് ഉറുമ്പ് വന്നറിഞ്ഞു. അങ്ങനെ ഉറുമ്പിനൊക്കെ തട്ടി ഞാൻ ഈ റോബസ്റ്റ് പഴത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഈത്തപ്പഴം കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഈത്തപ്പഴം, പക്ഷേ വേറെ ഈത്തപ്പഴമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാനതെടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈത്തപ്പഴത്തിൻ്റെ എസൻസിന് ഷുഗർ ആഡ് ചെയ്തതിന് പകരം ഞാൻ ഈത്തപ്പഴത്തിൻ്റെ എസൻസും ഒക്കെ കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ അധികമൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അതിൽ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇപ്പം എന്ത് ആഡ് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുക. അപ്പം വിചാരിച്ചു തേനൊന്നും ആഡ് ചെയ്യാമല്ലോ. പലരും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്മൂത്തിൻ്റെ തേനൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് തേനും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് തേനും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മിൽക്ക് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കട്ടി കൂടുകയാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ്. ഫസ്റ്റ് ടൈമാണ് സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത്, പക്ഷേ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മൂത്തി. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടിയുണ്ടോ കട്ടിയില്ലേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. പൊള്ളിയാണ്. അപ്പോൾ ഇതിൽ ഓട്സും നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. എന്തായാലും ഞാൻ ഇൻഷാല്ലാ ഓട്സും നട്ട്സൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനിതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചെറുതായിട്ട് ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് അടിയാതിരുന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇങ്ങനെ അടിയാത്ത ഈത്തപ്പഴം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, പൊള്ളിയാണ്. അപ്പോൾ നമ്മൾ ഷുഗറൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ്, മോർണിംഗിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.